ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. എൻ.എ. മുഹമ്മദ് കുട്ടി തിരൂരിലും കോട്ടക്കലിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചോറില്ല എന്റെ പൊക്കം എന്ന് പറയുമ്പോൾ ഒരു മാനുഷികമായതിൽ ഞാൻ അപ്പം തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അതൊരു മനുഷ്യനെയാണെന്ന് പ്രതികരിക്കുകയും ചെയ്തു. പിന്നീട് പല പത്രങ്ങളിൽ വരികയും ചെയ്തു. അപ്പൊ ഇത് പത്രങ്ങളിൽ വന്നപ്പോൾ പലരും എന്നെ വിളിച്ചു. അത് ഞാൻ അടുത്തുള്ള നമ്മുടെ പാർട്ടിയിൽ നിന്നുള്ള ആളും CPM എന്നുള്ള ആളും LDF എന്നുള്ള ആളും എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. വഞ്ചനയുടെ പേര് അല്ലാതെ അതിന് വേറെ വാക്കില്ലല്ലോ. ആ പറയുന്നതിന് ആ വാക്കല്ല വേറെ എന്തോ ഭീകരിക്കാറില്ല. വേറെ എന്തെങ്കിലും സോഫ്റ്റ് വാക്ക് ഉണ്ടോന്നുണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ആരാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ആളുടെ പേര് ഇപ്പൊ പറയുന്നില്ല, ഒക്കെ സുഹൃത്തുക്കളാണല്ലോ, അതുകൊണ്ട് അതിന് സമയമുണ്ട്, ആ സമയത്ത് കൃത്യമായി ഞാൻ അത് അറിയിക്കും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് തിരൂര് താനൂര് പ്രദേശങ്ങളിൽ ഞാൻ ഒന്ന് നമ്മുടെ ബന്ധങ്ങളിൽ വെച്ച് ആളുകളൊക്കെ വിളിച്ചുകൂട്ടി സംസാരിച്ചപ്പോ അന്ന് അവരുടെ അഭിപ്രായ പ്രകാരം നിർബന്ധമായും 2 സ്ഥലത്തും നോമിനേഷൻ കൊടുക്കണമെന്നാണ് ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരും പറഞ്ഞത്. 2 കാരണങ്ങളെ കൊണ്ടുണ്ട്. ഒന്ന്, ഇതിനിടയ്ക്ക് കോട്ടക്കലിൽ ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും ആവശ്യപ്പെട്ടു. പ്രീതിനെ അവിടെ നിർത്തരുത്, ഇത്രയും അധികം വോട്ട് ഇതിലുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് എന്നെ നിർത്തുമ്പോൾ അവിടെ കമ്മിറ്റികൾ പറഞ്ഞൊക്കെ അവരെന്നെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എവിടെ ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായിട്ട് വരുന്നത്. പക്ഷെ പിന്നീട് പ്രീതികളൊന്നും പറഞ്ഞപ്പോഴും അവരിൽ നിന്നും പല ബന്ധമുള്ള പല ആളുകൾ പറഞ്ഞ് നിങ്ങൾ മത്സരിക്കണം, ഒരു സംശയം വേണ്ട, ഒഫീഷ്യൽ കാൻഡിഡേറ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ വോട്ട് കിട്ടുമെന്ന് അവരുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ കോട്ടയ്ക്കൽ കൊടുക്കാറ്. പക്ഷെ ഞാൻ തിരൂരും കൊടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് 2? ഞാൻ ഒരു അവസരം കൂടി തെറ്റ് പറ്റിയവർക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. അവർക്ക് ഒന്നില്ലെങ്കിൽ തിരൂരിലെ വി അബ്ദുറഹ്മാനെ പിൻവലിപ്പിക്കാം, അതിൽ കോട്ടക്കലിലെ പ്രീതിനെ പിൻവലിപ്പിക്കാം. ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരൊരാളെ ഇവിടെ പിൻവലിച്ചാൽ മറ്റൊരു സ്ഥലത്ത് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്. തിരൂർ സീറ്റ് വാഗ്ദാനം നൽകി രാഷ്ട്രീയമായി വഞ്ചിച്ചതിലും LDF നേതൃത്വത്തിന്റെ മൗനത്തിലും പ്രതിഷേധിച്ചാണ് എൻ.എ. മുഹമ്മദ് കുട്ടി തിരൂരും കോട്ടക്കലിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് ചിലരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് തന്റെ സീറ്റ് നിഷേധമെന്ന് അദ്ദേഹം ആരോപിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാതിരിക്കാനായി സീറ്റ് മുൻകൂട്ടി നിശ്ചയിച്ചതായി അറിയിക്കുകയും താൻ വഹിച്ചിരുന്ന NCPയുടെ സ്ഥാനങ്ങളെല്ലാം രാജിവെപ്പിക്കുകയും ചെയ്തിരുന്നു. അവസാന ഘട്ടത്തിൽ തിരൂർ കോട്ടക്കൽ സീറ്റുകളിലേക്ക് മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ച് തന്നെ വഞ്ചിച്ച നേതൃത്വത്തിന്റെ പ്രവൃത്തിക്കെതിരെയുള്ള പ്രതിഷേധമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും മുഹമ്മദ് കുട്ടി പറഞ്ഞു. മാർച്ച് 20 തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾക്കായി തിരൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് കളമശ്ശേരിയിലുള്ള തന്റെ വീടിന്റെ ഫോട്ടോ അജ്ഞാതർ എടുത്തിട്ട് പോയതിലുള്ള ദുരൂഹത പോലീസ് അന്വേഷിക്കുന്നതിനായി മുഖ്യമന്ത്രിക്കും DGPക്കും മറ്റും പരാതി നൽകിയിട്ടുണ്ട്. അപ്രകാരമുള്ള ഭീഷണിക്ക് താൻ വശംവദനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടക്കലിലോ തിരൂരിലോ സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ LDF തയ്യാറായാൽ താൻ ഒരു മണ്ഡലത്തിൽ മാത്രം മത്സരിക്കുമെന്നും എൻ.എ. മുഹമ്മദ് കുട്ടി അറിയിച്ചു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. ഫോൺ 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.